ഇപ്പൊ അസംബ്ലി ഇലക്ഷനിലേക്ക് പോകണല്ലോ. അപ്പം LDFന്റെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിൽ മുഖ്യമായി നിൽക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ചർച്ചകളിൽ അതാണ് കാര്യമായിട്ട് കാണുന്നത്. ആ രാഷ്ട്രം മൗദൂദി മുമ്പോട്ട് വെച്ച സമീപനം മതരാഷ്ട്രവാദമാണ്. ഈ മതരാഷ്ട്രവാദം എന്ന നിലപാടിൽ നിന്ന് ജമായത്ത് മാറിയിട്ടില്ല. ജമായത്തിൻ്റെ അത്തരം നിലപാടുകൾ വിമർശന വിധേയമാണ്. അതുകൊണ്ട് ജമായത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല. ജമായത്ത് പറഞ്ഞാൽ ജമായത്തിനെ പറ്റി വിമർശിച്ചു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്നുള്ള തെറ്റായ വ്യാഖ്യാനം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ഒരു സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇല്ല. നേരത്തെ മുതൽ തന്നെ എതിർത്തുവരുന്നത് വർഷങ്ങളായി CPM എതിർക്കുന്നുണ്ട്. എന്തായാലും അതൊരു പടി കടന്ന് ഇപ്പോൾ അത് LDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം അവർ കൈകാര്യം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇല്ല എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. UDF ഒരു കാരണവശാലും അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല. അധികാരത്തിൽ വരാത്തൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയാക്കാൻ കഴിയുക? AK ബാലന് തെറ്റുപറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത്. AK ബാലൻ UDF-നും ജമായത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണമാണത്. അങ്ങനെ ഒരു നിരീക്ഷണം നടത്താൻ ഒരു വ്യക്തിക്ക് അവകാശമില്ലേ? അങ്ങനെ അതിനെടുക്കേണ്ടതുള്ളൂ. അത് സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നിലപാട്, CPM-ന്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രക്കാരുടെ മുമ്പിൽ വ്യക്തത വരുത്തി സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ മാറാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ സങ്കീർണമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മാറാടൊന്നും ഈ സമയത്ത് എടുത്തുകൊണ്ടുവരേണ്ട ഒരു വിഷയമല്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അല്ല, തെരഞ്ഞെടുപ്പിൽ ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു നിലപാട് ഉന്നയിച്ചിട്ടില്ല. അത് വരട്ടെ, ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഒരു പദം പ്രയോഗിക്കുന്നതിൽ തെറ്റെന്താട്ടോ? അതിന്റെ ഇല്ലല്ലോ, അങ്ങനെ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. CPIM അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ബാലന്റെ സ്വതന്ത്രമായ വീക്ഷണത്തിൽ ചില പ്രതികരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണത്തിന് ഇടവരുത്തിയിട്ടുള്ള ചില സാഹചര്യങ്ങൾ കേരളത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്. അത് മാത്രമേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. ഈ SKSSF ഇന്നലെ പറഞ്ഞത് ഈ സമസ്ത പോലെയുള്ള സംഘടനകൾ എല്ലാ കാലവും ജമാഅത്ത് ഇസ്ലാമിയെ എതിർത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരം വിമർശനങ്ങളുടെ ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കണം. ആര് മുഖ്യധാരയിലേക്ക്? അതായത് ഇവര് ജമാഅത്ത് ഇസ്ലാമി എന്തോ വലിയ ഞാൻ ചോദിക്കട്ടെ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ജനസമൂഹത്തിൽ ഒരു വലിയ സ്വാധീനമുള്ള പ്രസ്ഥാനമൊന്നുമല്ല. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവരുടെ ആശയം വളരെ ഗൗരവമായി സമൂഹത്തെ ബാധിക്കുന്നതാണ്. അത്തരമൊരു ആശയങ്ങൾ അവർ ഉയർത്തുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുമായി സഹകരിച്ച് UDF-ന്റെ പക്ഷത്ത് ഉറപ്പിച്ചു. അത് സമൂഹത്തിനോ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർക്കോ ഒരു കാരണവശാലും സഹായകരമാകുന്ന ഒരു നിലപാടല്ല. അതേ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ഒരു നിലപാടൊന്നും നമ്മൾ ഈ പ്രശ്നത്തിൽ എടുത്തിട്ടില്ല. ഏത് പ്രശ്നം? ഇതുവരെ LDF-ന്റെ കൂടെയായിരുന്നു. അന്ന് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജമാഅത്ത് തമ്മിൽ ഏതെങ്കിലും സമയത്ത് കരാറുണ്ടായിട്ടുണ്ടോ? മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ അറിവിലുണ്ടോ? എവിടെ ഉണ്ടെന്ന് ജമാഅത്ത് ഇസ്ലാമി എന്തെങ്കിലും നിലപാടെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-ഓ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു നിലപാടില്ല. ബാക്കി നമുക്ക് പിന്നെ കാണാം.